അംഗൻവാടി പോണ്ടേ? ഗുമ്മൂടി പറഞ്ഞല്ലേ പോലെ അംഗൻവാടി പോണ്ടേ? നല്ല മോളായിട്ടിരിക്കണ കരയാതെ. കുട്ടി കരയാതിരിക്കുമെന്ന് പറഞ്ഞിട്ടാണ് അമ്മ വ്ലോഗ് എടുക്കുന്നത്. ഇനി അമ്മേന് നാണൊക്കെ എടുത്തരുത് കേട്ടോ. അമ്മേന് നാണൊക്കെ എടുത്തരുത്. നമ്മള് ഫസ്റ്റ് ഡേയിലെ വ്ലോഗ് ഇട്ട് അതൊക്കെ ബീക്കുട്ടി കരയുന്ന വീഡിയോസ് ഒക്കെ എല്ലാവരും കണ്ടിരിക്കുക. ബീക്കുട്ടിക്ക് വന്ന മാറ്റം കാണിക്കാനാണ് അമ്മ ഈ വ്ലോഗ് ഇടുന്നത്. ഇന്നലെ രാത്രി കിടക്കുമ്പോ എന്താ ബീക്കുട്ടി പറഞ്ഞേ? നാളെ നല്ല മോളായിട്ട് അംഗനവാടിയിൽ ഇരിക്കുന്നല്ലേ അല്ലേ? അത് കാണിക്കാനാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ ഓക്കെ. അപ്പൊ ഞങ്ങളിനി എണീറ്റ് ബ്രഷൊക്കെ തേച്ച് കുളിച്ച് മാറ്റിയിട്ട് വരാം. അതൊന്നും കാണിക്കുന്നില്ല, അംഗനവാടിയിൽ പോകുന്ന തൊട്ട് കാണിക്കുള്ളൂ. അപ്പൊ എന്തായാലും ബീക്കുട്ടി ഒറ്റയ്ക്ക് പല്ലിക്കുമല്ലോ അല്ലേ? ഒറ്റയ്ക്ക് പല്ലിക്കും. അവളെ കുളിപ്പിച്ചെടുക്കണം. അപ്പൊ എന്തായാലും എല്ലാവർക്കും സിയ പെറ്റ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഞങ്ങളുടെ കുളിയും ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞു, ഭക്ഷണം കഴിപ്പും കഴിഞ്ഞു കേട്ടോ. അതിനുശേഷമാണ് ഞങ്ങൾ ഡ്രസ്സ് ചെയ്യുന്നതും ഹെയർ ഒക്കെ കെട്ടുന്നതും ഒക്കെ. അപ്പോൾ അങ്ങനെ ഇതുകൊണ്ട് ഹെയർ കെട്ടിയതിന്റെ സ്റ്റൈലാണ് കാണിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് വെറൈറ്റി ആയിട്ട് 4 കൊമ്പ് ഞാൻ കെട്ടി കൊടുത്തു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീക്കുട്ടിയുടെ തലയിൽ ഇങ്ങനെ ഓരോ പരീക്ഷണങ്ങൾ നടത്താൻ വേണ്ടിയിട്ട്. അതുപോലെ ഡ്രസ്സിംഗ് എല്ലാം കഴിഞ്ഞ് വന്നപ്പം 2 കോഴിമുട്ട കൂടെ ഉണ്ടായിരുന്നു, അതും കൂടെ ഞാൻ അവർക്ക് കൊടുത്തു. ഇത് എല്ലാ ദിവസവും സാധാരണ ഞങ്ങൾ നോർമലി കൊടുക്കാറുള്ളതാണ്. ഇനി അംഗനവാടിയിൽ പോയാൽ അവിടെയും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് കേട്ടോ ഓൾറെഡി. പറഞ്ഞോ എന്തേ? എന്താ ഇവിടെ നോക്കി പറഞ്ഞു? ഇവിടെ പോവാ. അവിടെ നിന്ന് സ്വഭാവം മാറിയാ നോക്കിക്കോ മോളെ. ഓക്കെ അല്ലേ? പോവാന്നല്ലേ? ബാഗ് എടുത്തോ. ഇറങ്ങിക്കോ. സിബൊക്കെ പോട്ടെ. ഷോർട്ടിലിട്ടോ. അമ്മട്ട് അത് അപ്പുറത്തെ സൈഡ് ഞാൻ വിട്ടരാ. ഓക്കെ റെഡിയല്ലേ? ഓക്കെ തിരിഞ്ഞ് അവിടെ ഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ള ബാഗ് പോന്നല്ലേ? ഓക്കെ ട്രൈക്ക് ചേട്ടാ. വന്നല്ലോ കൺമണി സുന്ദരിയായിട്ട് വന്നിട്ടല്ലോ. കൺമണി സുന്ദരിയായിട്ട് വന്നിട്ടല്ലോ. കൺമണി കേറിക്കോ, അത്തോട്ട് കയറി. അമ്മ കേറിക്കോ. എന്തായിരുന്നു വീട്ടിൽ നിന്ന് പറഞ്ഞ? ആ കേറി ഞാൻ വരുന്നുണ്ട്. ഞാൻ ചെരുപ്പൂരിട്ടെ. ഞാൻ ഇവിടെ ഉണ്ട്. ബാഗ് ചോദിച്ചു കൂട്ടാ. എന്താ വീട്ടിൽ നിന്ന് വരുമ്പോ ഞാൻ നടന്നു പോകുന്നത്? ഇതൊക്കെ ആരാ കെട്ടിക്കുന്ന മുടിയൊക്കെ അങ്ങനെയൊക്കെ അടിപൊളിയായില്ലല്ലോ മുടി കെട്ടിയത്. അമ്മ പട്ടേന്നല്ലേ? ഇതെന്തത്? അയ്യോ മുടിയൊക്കെ ഇപ്പൊ ചീത്തയോ? അമ്മച്ചി അവിടെ തറ നിന്നോ. അമ്മച്ചി സമയം നിൽക്കാട്ടാ. കുറച്ച് സമയം നിന്നിട്ട് പോവേ. ഓക്കെ അല്ലേ? കരയരുത് കേട്ടാ. ഓക്കെ ആണോ? കൺമണി എവിടെ? കൺമണി ഫ്രണ്ട് അല്ലേ? അതെന്താ പരിപാടി? കുട്ടിയുടെ ഫുഡ് ഞാൻ ഇപ്പൊ പോവാ. അങ്ങനെയാണെങ്കിലേ
ഞാനിപ്പോ പോവാ അങ്ങനെയാണെങ്കിൽ അവിടെ പോയിരുന്ന് കഴിക്കും. അവിടെ പോയിരുന്ന് കഴിക്കും. പറയാൻ പറ്റൂല. കുഴപ്പം ടീച്ചറെ അടുത്ത് പോയിരുന്ന് കഴിക്കും. ഓടിപ്പോ. ഇവിടെ ഇരുന്നോ. അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ പോകും. ഇവിടെ ഇരുന്നോളൂ. അല്ലെങ്കിൽ ഞാൻ പോകും. ഇല്ല അമ്മ ഇവിടെ ഇരിക്കാം. എന്തിനാ ഓടിപ്പോ. ഓടിപ്പോ. അവിടെ ഇരിക്കാം. കാല് നോവണോ? അതുകൊണ്ടാ പറഞ്ഞ അതിലിരുന്ന കസാലയിലിരുന്ന. മോള് വണ്ടിയിലല്ലേ വന്നത്? ഓ എന്താ കസാലയിൽ ഇരുന്നിട്ടാ കാര്യം കസാലയിൽ ഇരുന്നിട്ട് കാര്യം തോന്നുന്നുണ്ടോ? എന്താ അതിന്റെ പേരെന്താ പറഞ്ഞ പെൺകുട്ടൻ? എന്റെ പേരെന്താ? എന്താ കൊഴുക്കട്ട പറഞ്ഞ് കൊഴുക്കട്ട. അതിപ്പോ തറയെ പോകും. നേരെ അവിടെ കസാലയിൽ ഇരുന്ന് പോയിട്ട് ആ കസാലയില് ഇവിടെ ഇരുന്നോ. ഇതിലിരിക്കും. ഞാൻ ഇപ്പൊ പോവാ. ടീച്ചറൊക്കെ മാറി നിൽക്കും. അതിപ്പോ തറ പോയല്ലേ. ഇതൊക്കെ പറഞ്ഞോണ്ടാ ഒരു ഇതൊക്കെ എന്താന്ന് പറഞ്ഞോ. ഇതെന്താ ഗുഡ്കളോ? അടിപോട്ടെ അടിപോട്ടെ. അത് ഞാൻ പറഞ്ഞ ഇതുകൂടെ പറ്റിയപ്പോഴേ ചെല്ലോ ഓടിപ്പോ. ഓടിപ്പോ. കൊഴുക്കട്ട മുഴുവൻ കഴിച്ചാ എന്നാ പോയി ഓടിപ്പോ കൈ കഴുകാ. ഓടിപ്പോ. അങ്ങനെ ആക്കണ്ട, പോയി കഴിവേ. ഓടിപ്പോ. എന്താ എന്തിനാ അമ്മ എന്തിനാ അങ്ങോട്ട് വരുന്നേ? നല്ല വളയിട്ട് പോയി കഴിവ്. ഓടിപ്പോ. ചെല്ലു. അല്ലെങ്കിൽ അമ്മ ഇപ്പൊ പോവേ. എങ്ങനെയാണെങ്കിൽ അമ്മ വരണ്ട. പെൺകുട്ടി ഒറ്റയ്ക്ക് പോയി കഴിക്കാം. മിഠായി വാങ്ങിത്തരണ്ടേ അമ്മ? അറിയാണ്ടിരുന്നാലല്ലേ മിഠായി വാങ്ങിത്തരുന്നു. മിഠായി കൊണ്ടുവന്നല്ലോ ഇല്ലേ? ഓടിപ്പോ. മിഠായി വേണ്ട. നല്ല മോളല്ലേ. എന്നാ കൈ കഴുകിട്ട് എന്തായാലും ചെല്ലോടിപ്പോ. അതന്നെ കുട്ടികൾ അങ്ങനെയാണെങ്കിൽ കരയാൻ പാടില്ല. പോയിട്ട് വാ. അല്ലെങ്കിൽ അമ്മ ഇപ്പൊ പോവേ. ബിക്കുട്ടി കഴിവിട്ട് വന്ന അമ്മ ഇവിടെ ഇരിക്കും. അല്ലെങ്കിൽ അമ്മ പോകും. ഓടിപ്പോട്ട് കഴിവിട്ടോ. അമ്മ ഇവിടെ ഇരിക്കും. അമ്മ പോവില്ല. അമ്മയോട് സംസാരിച്ചാ മതി. അമ്മ വരില്ല. ടീച്ചർ അടുത്ത് പോയി പറ. അംഗനവാടിയിൽ വന്ന ടീച്ചർ ഇല്ല. അതന്നെ കണ്ടോ കൺമണി പറയുന്ന കേട്ടോ. ദേഹത്ത് പിടിക്കല്ലേ കൈ കഴിവ്. അല്ല ടീച്ചർ അയ്യേ അങ്ങനെ കയ്യിൽ അഴുക്ക് വെച്ചിരിക്കാൻ പാടില്ലേ പെൺകുട്ടാ. ചെല്ലേ പെൺകുട്ടി ടീച്ചർ കഴിവ് തരും. ചെല്ലേ. വേണ്ട എന്നാ പെൺകുട്ടി കഴിയട്ടോ. ചെല്ലോടിപ്പോ. നല്ല മോളായിട്ട് വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞു കേട്ടോ. അതന്നെ മോശമാണ്. പെൺകുട്ടിനെ കളിയാക്കൂലേ. മറ്റേ കൺമണിയൊക്കെ നോക്കിയിരിക്കുന്നത്. കൺമണി കുഞ്ഞി വാവല്ലേ. ചെലവെടുപ്പോ. എന്ത് കൺമണി വരും. കൺമണിന്റെ കൂടെ പോയി കൈ കഥ അടച്ചോ. അമ്മ പോവൂല. വേണ്ട അയ്യേ. കൺമണി എന്നെ കളിയാക്കൂട്ടോ. ഓറഞ്ചിന്റെ കളർ. ഓറഞ്ച് വെച്ചില്ലേ? പറഞ്ഞു കൊടുക്കാം. അവിടെ പോയിട്ട് പറഞ്ഞു കൊടുക്കാം. അമ്മ വീഡിയോ എടുക്കട്ടെ. കണ്ടില്ലേ? അവിടെ പോയി പറഞ്ഞു കൊടുക്കാം. അമ്മ വീഡിയോ എടുക്കട്ടെ. കഴിക്കാറില്ലേ മോള്? അതിന്റെ കളർ അതിൽ കളറില്ല. ഇത് ബ്ലൂ. ലൈറ്റ് ബ്ലൂ. അത് മുക്കിന്റെ കളർ. പിന്നെ മുടീന്റെ കളർ. ഇതെന്താ നോക്കുന്നത്? ഇതൊക്കെ അവിടെ നിക്കട്ടെ. അതിന്റെ കളർ. ടീച്ചർ എന്താ നോക്കി നിൽക്കണേ? അമ്മ വരും. ഞാൻ ഇവിടെ ആക്കി പോകുന്ന ആ കരച്ചിലാണ് കേൾക്കണത്. സീന് നമ്പർ എടുക്കാനൊക്കെ ഉണ്ട് പറയുന്നത്. ഞാൻ അംഗനവാടിയിൽ നിന്ന് ഒരു 12:15 ആയപ്പോൾ ഞാൻ പോന്നായിരുന്നു. 12:45 അരമണിക്കൂർ കഴിഞ്ഞു. എന്താ അവസ്ഥ അറിയില്ല. പോരുമ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു. ഒന്ന് വിളിച്ചു നോക്കിയാലോ? ഇല്ലേ, വിളിച്ചു നോക്കട്ടെ എന്താ അവസ്ഥ.
ആണോ? ആണോ? കരച്ചിലുണ്ടായിരുന്നോ? കുറച്ചു നേരം മനസ്സിലായി. കാര്യം അറിയാനിട്ടാണ് ഇന്നലെയൊക്കെ മനസ്സിലായല്ലോ എന്തൊക്കെയാണ്. വിശദമായിട്ട് കഴുകുന്നുണ്ട് കൈ, പായൊക്കെ കഴുകുന്നുണ്ട്. ഭക്ഷണം കഴിക്കാൻ പോവല്ലേ? കഴിക്കാൻ പോവാ. ശരി ടീച്ചറെ. ഓക്കെ ഓക്കെ. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. ഓ ശരി ടീച്ചറെ. കുഴപ്പമൊന്നുമില്ല. ആളെ ഓക്കെ ആവുന്നുണ്ട്. അങ്ങനെ ഓക്കെ ആവട്ടെ അല്ലേ? എന്നിപ്പോൾ എനിക്ക് പോയിരിക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് എൻ്റെതായിട്ടുള്ള ജോലിയും കാര്യങ്ങളൊക്കെ നോക്കണ്ടേ. എന്തായാലും നമുക്ക് വൈകിട്ട് കാണാം. കൂട്ടാൻ പോകുമ്പോൾ എന്താ അവസ്ഥ നോക്കാം. യെസ്, അങ്ങനെ സമയമായിട്ടോ ദീനെ വിളിക്കാൻ പോവാന്. നമുക്ക് പോയി നോക്കാം എന്താ അവസ്ഥ. ഞാൻ പിന്നെ വിളിച്ചിട്ടൊന്നുമില്ല. എന്തായാലും പോയി നോക്കട്ടെ. ചെറുതായിട്ട് മഴ പൊടിയുണ്ട്. കുഴപ്പമില്ലാന്ന് വിചാരിക്കാം. പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് വരാം. ഓക്കെ അല്ലേ? പോയിട്ടില്ല. എവിടെ എന്താ പരിപാടി? കളിയിലായിരുന്നോ? ടീച്ചറില്ലേ? ആണോ? എങ്ങനെയുണ്ടായി? സൂപ്പർ ആയിരുന്നോ? പോയപ്പോ കരച്ചിലായിരുന്നോ? എന്തിന്? നീ വന്ന് ചോദിക്കട്ടെ ബേക്കുട്ടാ. നീ വാ. മഴ പെയ്യുന്നോ? ഓ ബേക്കുട്ടാ ചോദിക്കട്ടെ. ഇങ്ങി വാ. എങ്ങനെ ഉണ്ടായി? കരഞ്ഞായിരുന്നോ? കുറച്ചേരം നിന്നിട്ട് കരഞ്ഞോ? ആണോ? പിന്നെ നിർത്തിയോ? ഇനി ഇങ്ങനെ ഇരിക്കൂലേ എന്നും? നിർത്തിയാ? കൺമണി നിർത്തിയതാ? നാളെ ഇതുപോലെ നിക്കണം കേട്ടോ. അല്ല മോളായിട്ട് എന്താ കരഞ്ഞേ? അമ്മ കാണാത്തോണ്ടോ? അംഗനവാടിയിൽ അമ്മ ഉണ്ടാവില്ലല്ലോ. ബേക്കുട്ടി ഒറ്റയ്ക്ക് ഇരിക്കണ്ടേ? പഠിക്കണ്ടേ? അതുകൊണ്ട് ഇവിടെ ഫ്രണ്ട്സ് ഉണ്ട്, ടീച്ചറുണ്ട്. പോവാ. ബാഗ് എടുത്തിട്ട് വാ. ബാഗ് എടുത്തിട്ട് വാ. ക്ഷീണിച്ചു പോയോ? ആണോ? ഉറങ്ങിയില്ലേ? ആഹാ, ഗുഡ് ഗേൾ ആയില്ല ബേക്കുട്ടി. കഞ്ഞി കുടിച്ചോ? ചോറല്ലായിരുന്നു? അത് ശരി. പായസം കുടിച്ചോ? അമ്പടി. എങ്ങനെ ഉണ്ടായി? കൊള്ളാമോ? ഇഷ്ടായോ? ഓക്കെ. നാളെ നേരത്തെ വരൂലേ? കരയാതെ വരൂലേ? കൺമണി ടാറ്റ പറ. ടാറ്റ പറ. ഉമ്മ ആന്റിക്ക് ഉമ്മ കൊടുത്തിട്ട് പോവാൻ. നമ്മളും പോവാം. അവിടെ പോ. ശരി പോവാ. പ്രാർത്ഥനന്റെ അമ്മ വന്നില്ല അല്ലേ? ചക്കര ഇഷ്ടായോ അംഗനവാടി? ഇന്ന് നല്ല മുളയിട്ട് ഉച്ചയ്ക്ക് ശേഷം നിന്നല്ലോ. സുന്ദരി മുളയിട്ട്. അല്ല, ഉച്ചക്ക് രാവിലെ. നീ അങ്ങനെ നിക്കണം കേട്ടോ. സങ്കടം എന്റെ പണിയാണ്. സങ്കടം ഉണ്ട്. അപ്പൊ ശരി, ഓക്കെ. ടാറ്റ. നമ്മള് വീട്ടിൽ പോയിട്ട് കാണാൻ പറ. നമ്മള് വീട്ടിൽ പോണ പറ. പോയിട്ട് കാണാൻ പറ. സന്തോഷായോ? സന്തോഷായോ വീട്ടിലെത്തിയപ്പോ? ഗുഡ് ഗേൾ. അമ്മയെ വിളിച്ചോട്ടെ.
മോനെ വിളിച്ചു നോക്ക്. ഇതിങ്ങനെ തോന്നുന്ന മാമുണ്ടാ ബാഗൊക്കെ ഒരേക്ക് ഓടിപ്പോ. മാമുണ്ടാ അന്ത് മാമുണ്ടാനെ അംഗവാടിയിൽ മാമു തന്നില്ലേ? കൈ നല്ലോണം ആയി. എന്താ പരിപാടി അവിടെ? കൈ ഇടാനല്ലേ പറഞ്ഞു വിട്ടത്? അതിൽ വെള്ളം ആക്കണ്ട. കൈ നല്ലോണം വരച്ച് കഴിയുക. എങ്ങനെ വരച്ച് കഴിയുക? നന്നായിട്ട് വരച്ച് കഴിയുക. ഉരച്ച് കഴിവടോ കൈ. ഓക്കെ, കുളുകുളാക്കാം. വായിൽ വെള്ളാക്കാം. കുളുകുളു ആക്ക. വേണ്ട വേണ്ട, അടച്ചോ. ഇറങ്ങ. തയ്യാറല്ല, സാധാ പോലെ ഇറങ്ങിയാൽ മതി. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു അംഗനവാടിയിൽ പോയപ്പോ? അങ്ങനെ പറഞ്ഞൂടാ. കരഞ്ഞായിരുന്നു. കരഞ്ഞായിരുന്നു, നിങ്ങൾ കണ്ടല്ലോ. ഞാൻ പോകുന്ന സമയത്ത് കരഞ്ഞായിരുന്നു. പിന്നെ കുഴപ്പമില്ല, പിന്നെ ഓക്കെ. അംഗനവാടിയിൽ ഉറങ്ങി എന്നാ പറഞ്ഞു. ഉറങ്ങി പായസം കുടിച്ചിട്ടാ വന്നതില്ലേ കുട്ടി? ഇഷ്ടമായി അംഗനവാടി? ഇഷ്ടായില്ല? അതെന്താ? വേറെ അംഗനവാടിയാണ് ഇഷ്ടപ്പെട്ടത്? അംഗനവാടി ഇഷ്ടപ്പെട്ടില്ല എന്നെ വിളിച്ചിട്ടോ. സ്കൂളാണ് ഇഷ്ടപ്പെട്ടത് അല്ലേ? പിന്നെ അംഗനവാടി മാറ്റിട്ട് ഞാൻ നേരെ സ്കൂളിലോട്ട് വിടാം അടുത്തതല്ലേ? അതാണോ? അങ്ങനെയാണോ? അങ്ങനെ വിട്ടാ മതിയോ? ഓക്കെ. അപ്പൊ വേറെ ടീച്ചർ മതിയോ? ഈ ടീച്ചർ വേണ്ട? ഓക്കെ. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, കമന്റ് ചെയ്യാം, നമ്മളെ സപ്പോർട്ട് ചെയ്യാം. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പറ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാൻ പറ. അപ്പൊ ഓക്കെ, ടാറ്റാ, ബൈ ബൈ. Love you. I love you.